പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് അടുത്ത പ്രീമിയം ലൈവ് ഇവൻ്റായ എലിമിനേഷൻ ചേംബർ 2025 മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ്. എലിമിനേഷൻ ചേംബർ 2025 നടക്കുന്നത് അടുത്ത ഞായറാഴ്ചയാണ്. മാർച്ച് 2-ാം തീയതി രാവിലെ 5:30 മുതൽ സോണി ചാനലുകൾ വഴി നമുക്ക് TV-യിലൂടെ ഇത് ലൈവായി കാണാൻ സാധിക്കും. സോണി ലിവ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈൻ വഴിയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മറ്റ് വെബ്സൈറ്റുകൾ അന്വേഷിക്കുന്നവർക്ക് വാച്ച് റെസ്ലിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇപ്രാവശ്യവും ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. ലൈവ് തുടങ്ങുന്നതിന് മുൻപ് അതിൽ ലിങ്ക് വരും, അതിൽ നമുക്ക് ലൈവായി കാണാൻ സാധിക്കും. അപ്പോൾ രാവിലെ 5:30 മുതൽ ആരംഭിക്കുന്ന ലൈവായിട്ടുള്ള എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ റിപ്പീറ്റഡ് ടെലികാസ്റ്റ് മാർച്ച് 2-ാം തീയതി തന്നെ ഞായറാഴ്ച 9:30 മുതൽ ഉണ്ടായിരിക്കുമെന്നുള്ളതും WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. സോണി അതിൻ്റെ ആഡ്സും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ സോണി ചാനലുകളിലെ ഏറ്റവും അവസാനത്തെ പ്രീമിയം ലൈവ് ഇവൻ്റാണ് എലിമിനേഷൻ ചേംബർ 2025. അതിനുശേഷമുള്ള പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് റസൽമീനിയ അടക്കം നെറ്റ്ഫ്ലിക്സിലായിരിക്കും സ്ട്രീം ചെയ്യുക എന്നുള്ളതും WWE ഇന്ത്യൻ ടീം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പരസ്യങ്ങളും നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈകാരികമായിട്ട് വലിയ പ്രത്യേകതകളുള്ള എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റ് നമ്മളെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്നതും അതുപോലെ തന്നെ സന്തോഷപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു പ്രീമിയം ലൈവ് ഇവൻ്റാണ്. അവസാനമായി നമുക്ക് സോണിയിൽ കാണാൻ സാധിക്കുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ്, കൂടാതെ സൂപ്പർ താരങ്ങളെല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റ്, അങ്ങനെ നിരാശപ്പെടുത്തുന്നതും സന്തോഷപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്. ഇപ്പോൾ 4 മത്സരങ്ങളും ഒരു സെഗ്മെൻറ്റുമാണ് എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഒരു ടാഗ് ടീം മത്സരത്തെ സംബന്ധിച്ചാണ്. WWE വുമൺസ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റനും ഹോൾ ഓഫ് ഫെയിമറായ ട്രിഷ് സ്ട്രാറ്റസും ടീമായിക്കൊണ്ട് നയ ജാക്സ്, കാൻഡിസ് ലെറെ തുടങ്ങിയവർക്കെതിരെ കളിക്കുന്ന ഒരു വുമൺസ് ഡിവിഷനിൽ നിന്നുള്ള ഒരു ടാഗ് ടീം മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ടിഫനി സ്ട്രാറ്റനെ നയ ജാക്സും കാൻഡിസ് ലെറയും ബ്രൂട്ടലായി ആക്രമിക്കുമ്പോൾ കഴിഞ്ഞ 2 സ്മാക്ഡൗൺ എപ്പിസോഡായിട്ട് ടിഫനിയെ രക്ഷിക്കാൻ വേണ്ടി വന്നത് ഹോൾ ഓഫ് ഫെയിമറായ ട്രിഷ് സ്ട്രാറ്റസ് ആയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇവർ ഇങ്ങനെ ഒരു ടാഗ് ടീം മത്സരം കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മത്സരത്തിൻ്റെ ഒരു മാച്ച് കാർഡ് പ്രൊഡിക്ഷൻ എന്ന് പറയുന്നത് ടിഫനി സ്ട്രാറ്റൻ, ട്രിഷ് തുടങ്ങിയവരുടെ ടീം വിജയിക്കുമെന്നാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഷാർലറ്റിൻ്റെ ഒരു അപ്പിയറൻസും എലിമിനേഷൻ ചേംബറിലെ ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തേത് ഒരു അൺസാങ്ഷൻഡ് മാച്ചാണ്. കെവിൻ ഓവൻസ് വേഴ്സസ് സാമി സെയിൻ തമ്മിലുള്ള മത്സരമാണ് ഒരു അൺസാങ്ഷൻഡ് മാച്ചായിട്ട് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുള്ളത്. ഈ അൺസാങ്ഷൻഡ് മാച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷന് സമാനമായിട്ടുള്ള ഒരു മത്സരമാണ്. മത്സരത്തിൽ എന്ത് സംഭവിച്ചാലും കമ്പനിക്ക് യാതൊരുവിധ ബാധ്യതയും ഇല്ല എന്നുള്ളത് സ്റ്റോറി ലൈൻ പ്രകാരം അവർ പറയുകയും ഒഫീഷ്യൽസിന് അതിൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുമാണ് അൺസാങ്ഷൻഡ് എന്നുള്ളൊരു പേര് കൊടുത്തുകൊണ്ട് നോ DQന് സമാനമായിട്ടുള്ള ഒരു മത്സരം അവർ കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറി എത്തുന്നത് കെവിൻ ഓവൻസ് WWE അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നതിന് സാമി സെയിൻ്റെ ഭാഗത്ത് നിന്ന് സഹായം ലഭിച്ചില്ല എന്നുള്ളതിനെ തുടർന്ന് കെവിൻ ഓവൻസ് സാമിയെ ബ്രൂട്ടലായി ആക്രമിച്ചു. പാക്കേജ് പൈൽ ഡ്രൈവർ എന്ന മൂവ് ഉപയോഗിച്ചുകൊണ്ട് ആക്രമിച്ചു. ഇതിനെ തുടർന്ന് കെവിൻ ഓവൻസ് ഒരു മാച്ചിന് ചലഞ്ച് ചെയ്യുകയും പിന്നീട് സാമി അത് ആക്സെപ്റ്റ് ചെയ്യുകയും പിന്നീട് സാമിയുടെ ഈ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഈ മത്സരം തന്നെ വേണ്ട എന്ന് ആദം പിയേഴ്സ് പറയുകയും പിന്നീട് ആദം പിയേഴ്സിനോട് സാമി സെയിൻ ഈ മത്സരം ചോദിച്ചു വാങ്ങുകയും ചെയ്യും. അങ്ങനെയുള്ള കുറച്ചധികം മൊമെൻറ്റ്സിലൂടെയാണ് പിന്നീട് ഈ ഒരു അൺസാങ്ഷൻഡ് മാച്ചായിട്ട് കൺഫേം ചെയ്തിട്ടുള്ളത്. ഇതിന് മുൻപും കെവിൻ ഓവൻസ് വേഴ്സസ് സാമി സെയിൻ തമ്മിലുള്ള മത്സരം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ തവണയും ഗംഭീരമായിട്ടുള്ള പ്രകടനം ഇരു റെസ്ലേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യവും നമുക്ക് അതിൽ യാതൊരുവിധ കുറവും ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയും ഉണ്ട്. മത്സരത്തിൽ കെവിൻ ഓവൻസ് വിജയിക്കുന്നത് തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. എൻ്റെ പ്രൊഡിക്ഷനും കെവിൻ ഓവൻസിൻ്റെ കൂടെയാണ്. നിങ്ങളുടെ പ്രൊഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തേത് വുമൺസിൻ്റെ ചേംബർ മത്സരത്തെ സംബന്ധിച്ചാണ്. 3 റെസ്ലേഴ്സ് റോയിൽ നിന്നും 3 റെസ്ലേഴ്സ് സ്മാക്ഡൗണിൽ നിന്നും ക്വാളിഫൈ നേടിയിട്ടുണ്ട്. വിജയിക്കുന്ന റെസ്ലറിന് റിയ റിപ്ലിയുടെ കൈവശമുള്ള വുമൺസിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് റസൽമേനിയ 41 ചലഞ്ച് പ്രഖ്യാപിക്കാൻ സാധിക്കും. ഈ ചേംബറിലേക്ക് ക്വാളിഫൈ നേടിയിട്ടുള്ളത് അലക്സിയ ബ്ലിസ്, ബിയാങ്ക ബെലേർ, നയോമി, ബെയ്ലി, റോക്സിനി പെരസ്, ലിവ് മോർഗൻ തുടങ്ങിയ 6 പേരാണ്. അപ്പോൾ ഇതിൽ വിജയസാധ്യത കൂടുതലായിട്ട് ഞാൻ കാണുന്നത് 2 റെസ്ലേഴ്സിനെയാണ്. അതിൽ ഒന്ന് ലിവ് മോർഗനും രണ്ടാമത്തേത് ബിയാങ്ക ബെലേറുമാണ്. ബിയാങ്ക ബെലേറിൻ്റെ ലിവ് മോർഗൻ്റെ ഒരു കേസ് പറയുന്നത് പോലെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പോയിൻ്റാണ്. കാരണം ഈ വരുന്ന റോ എപ്പിസോഡിൽ ബിയാങ്ക ബെലേറും നയോമിയും വുമൺസിൻ്റെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ലിവ് മോർഗൻ, റഗൽ റോഡ്രിഗസ് തുടങ്ങിയവർക്കെതിരെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ആ മത്സരത്തിൽ ആര് വിജയിക്കും എന്നുള്ളതിന് നമുക്കൊരു ഉത്തരം ലഭിച്ചാൽ ആ ചേംബർ മത്സരത്തിൽ ആരാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളതിന് ക്ലാരിഫിക്കേഷൻ ലഭിക്കും.
ബിയാങ്ക ബെലേറിൻ്റെ ടീം റോ എപ്പിസോഡിൽ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ലിവ് മോർഗൻ്റെ വിജയസാധ്യത ചേംബറിൽ കൂടും. ഇനി ലിവ് മോർഗനും റഗൽ റോഡ്രിഗസും വിജയിച്ച് പുതിയ വുമൻസിൻ്റെ ടാഗ് ടീം ചാമ്പ്യന്മാർ ആയാൽ ബിയാങ്ക ബെലേർ ചേംബർ മത്സരത്തിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ അധികമെന്ന് പറയേണ്ടി വരും. റോക്സിനി പെരസിനോ അലക്സിയ ബ്ലിസിനോ ഒരു വിജയസാധ്യത ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ തന്നെ ബെയ്ലി ഓൾറെഡി ടൈറ്റിൽ പിക്ചറിലൊക്കെ കിടന്ന് അത്യാവശ്യം ഒരു അച്ചീവ്മെൻ്റൊക്കെ സ്വന്തമാക്കിയിട്ടുള്ള താരമാണ്. അതുകൊണ്ട് തന്നെ ബെയ്ലിയെ ഒരു വട്ടം കൂടി അവർ ചേംബറിൽ വിജയിപ്പിച്ച് റസൽമേനിയയിലേക്ക് ഒരു ചാമ്പ്യൻഷിപ്പിന് വേണ്ടി കൊണ്ടുപോകുമെന്ന് കരുതുന്നില്ല. എൻ്റെ ഒരു പ്രഡിക്ഷൻ ബിയാങ്ക ബെലേറിൻ്റെ ഒപ്പമാണ്. നിങ്ങളുടെ പ്രഡിക്ഷൻ ആർക്കൊപ്പമാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എലിമിനേഷൻ ചേംബറിലേക്ക് കൺഫേം ചെയ്തിരിക്കുന്ന ഒരു സെഗ്മെൻറ്റ് റോക്ക് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള ഓഫർ കോഡി റോഡ്സ് സ്വീകരിക്കുമോ, കോഡിയുടെ മറുപടി എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റോക്കിൻ്റെ കൂടെ നിന്ന് റോക്ക് പറയുന്ന പോലെയുള്ള ഒരു ചാമ്പ്യനായിട്ട് മാറാൻ കോഡിക്ക് സാധിക്കുമോ, അതിന് കോഡിയുടെ മറുപടി എന്ത് എന്നുള്ളതാണ് റോക്ക് എലിമിനേഷൻ ചേംബറിൽ കാത്തിരിക്കുന്ന ഉത്തരം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സെഗ്മെൻറ്റും അവർ എലിമിനേഷൻ ചേംബറിലേക്ക് അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. റോക്കിൻ്റെ അപ്പിയറൻസ്, കോഡി റോഡ്സിൻ്റെ അപ്പിയറൻസ് ലൈവായി തന്നെ ഈ ഒരു ഷോയിൽ ഉണ്ടായിരിക്കുമെന്നുള്ളതും WWE ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ റോക്കിനോട് കോഡി വന്നിട്ട് പറയാൻ പോകുന്ന ഒരു മറുപടി, റോക്ക് പറയുന്ന പോലെ ഒരു ചാമ്പ്യനായിട്ടിരിക്കാൻ തനിക്ക് സാധിക്കില്ല, ഞാനൊരു ഫൈറ്റിംഗ് ചാമ്പ്യനാണ്, ഞാൻ കാണികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരമാണ്, ഞാൻ കാണികൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒരു കോർപ്പറേറ്റ് ലെവലിലെ ഒരു ചാമ്പ്യനായിട്ട് മുന്നോട്ട് പോകാൻ താൻ താല്പര്യപ്പെടുന്നില്ല, താൻ കാണികളുടെ കൂടെ നിൽക്കുന്ന ഒരു ഫാൻ എന്നുള്ളൊരു നിലയിലുള്ള ഒരു ചാമ്പ്യൻ ആയിരിക്കും എന്നുള്ളത് കോഡി പറയും. തുടർന്ന് റോക്ക് കോഡിയോട് ചൂടാക്കുന്നതും ചിലപ്പോൾ ഒരു ഫൈറ്റ് നടക്കുന്നതുമായിട്ടുള്ള മൊമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിച്ചേക്കാം. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി ബ്ലഡ് ലൈനിലെ തന്നെ താരങ്ങൾ, അതായത് സോളോ സിക്കോവ, ജേക്കബ് ഫാറ്റു, ടാമ ട്രോങ്ക തുടങ്ങിയവരൊക്കെ വന്നിട്ട് കോഡിയെ ആക്രമിക്കാനും ഇവർ കോഡി റോഡ്സിനെ ബ്രൂട്ടലായി ആക്രമിച്ച് കിടക്കുന്ന ഒരു സമയത്ത് ഏതെങ്കിലുമൊക്കെ റെസ്ലേഴ്സ് കോഡിയെ സഹായിക്കാൻ വരുന്നതായിട്ടുള്ള ഒരു മൊമെൻ്റൊക്കെ കാണിച്ച് എലിമിനേഷൻ ചേംബർ പ്രീമിയം ലൈവ് ഇവൻ്റ് അവർക്ക് അവസാനിപ്പിക്കാനും സാധിക്കും. അപ്പോൾ റോക്കിൻ്റെ ഓഫർ കോഡി നിരസിക്കുന്നതായിരിക്കും ആ സെഗ്മെൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക. നിങ്ങളുടെ പ്രഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവസാനത്തേത് മെൻസ് എലിമിനേഷൻ ചേംബർ മത്സരമാണ്. 6 റെസ്ലേഴ്സാണ് പങ്കെടുക്കുന്നത്. അതിൽ സൂപ്പർ താരമായ ജോൺസിന ക്വാളിഫയിങ് മത്സരമൊന്നും കളിക്കാതെ മെൻസ് ചേംബറിലേക്ക് ക്വാളിഫൈ നേടി. ക്വാളിഫയിങ് മത്സരങ്ങളിൽ കളിച്ചു വന്ന CM പങ്ക്, സെത്ത് റോളിൻസ്, ലോഗൻ പോൾ റോയിൽ നിന്നും, സ്മാക്ഡൗണിൽ നിന്നും ഡെമിൻ പ്രീസ്റ്റ്, ഡ്രൂ മാക്കിൻറ്റയർ തുടങ്ങിയവരുമാണ് ക്വാളിഫൈ നേടിയിട്ടുള്ളത്. 6 റെസ്ലേഴ്സും കട്ടക്ക് കട്ട നിൽക്കുന്ന റെസ്ലേഴ്സാണ്. അതിൽ ആര് വിജയിക്കും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. ജോൺസിനയുടെ പേര് ഒറ്റയടിക്ക് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും മറ്റുള്ള റെസ്ലേഴ്സിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് പലരും ചോദിക്കും. ഡ്രൂ മാക്കിൻറ്റയർ, ഡെമിൻ പ്രീസ്റ്റ് തുടങ്ങിയവർക്കിടയിൽ ഒരു സ്റ്റോറി വരാനും ഡെമിൻ പ്രീസ്റ്റ് ഡ്രൂ മാക്കിൻറ്റയറിനെ എലിമിനേറ്റ് ചെയ്യാനും ഈ ചേംബറിൽ വലിയ സാധ്യതയുണ്ട്. തുടർന്ന് ഡെമിൻ പ്രീസ്റ്റിനെ ബ്രൂട്ടലായിക്കൊണ്ട് ഡ്രൂ മാക്കിൻറ്റയർ ആക്രമിക്കുന്നതും ചിലപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചേക്കാം. CM പങ്ക്, സെത്ത് റോളിൻസ് തുടങ്ങിയവരുടെ സ്റ്റോറിയും ഈ മത്സരത്തിന് ഇടയിലൂടെ പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇവരുടെ ഫൈറ്റ് ഇരുവരും പുറത്തായതിനു ശേഷം ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യാനും സാധ്യതയുണ്ട്. പിന്നീട് അവശേഷിക്കുന്നത് ലോഗൻ പോളും ജോൺസിനെയുമാണ്. അതിൽ ജോൺസിനേക്ക് തന്നെയാണ് വിജയ സാധ്യത കൂടുതലുള്ളത്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു ജോൺസിനെ വിജയിക്കുമെന്നുള്ളത് 100% ഉറപ്പായിട്ട് ഞാൻ പറയുന്നില്ല. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ജോൺസിനക്ക് അനുകൂലമാണെങ്കിലും റോക്ക് എടുക്കുന്ന ഒരു തീരുമാനത്തിന് അനുസരിച്ചിരിക്കും ഇതിലെ വിജയി. ഇനി അഥവാ റോക്കിൻ്റെ നിർദ്ദേശപ്രകാരം 7ാമത്തെ ഒരു റെസ്ലർ ആയിക്കൊണ്ട് ഏതെങ്കിലും ഒരു താരത്തെ ഇതിലേക്ക് അഡീഷണൽ ആഡ് ചെയ്യുകയും ആ റെസ്ലർ വിജയിക്കുന്ന രീതിയിലുള്ള ഒരു മൊമെൻറ്റ് കാണാൻ സാധിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. എലിമിനേഷൻ ചേംബറിൽ ഭയങ്കര ട്വിസ്റ്റുകൾ നടക്കാൻ പോകുന്നുണ്ട്. എന്തായാലും നിലവിൽ എലിമിനേഷൻ ചേംബർ അവസാനിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലായിരിക്കില്ല എന്നാണ് പുറത്തേക്ക് വരുന്ന റിസൾട്ടായിട്ടുള്ള ഒരു ലീക്കായിട്ടുള്ള വാർത്തകൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒട്ടും വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കും എലിമിനേഷൻ ചേംബറിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതെന്തായിരിക്കും എന്നുള്ളത് ചേംബർ കണ്ട് തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രഡിക്ഷനും മറ്റ് ഡീറ്റെയിൽസും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.